കൊച്ചി ബാറിലെ വെടിവെപ്പിൽ 3 പ്രതികളെ നോർത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. എറണാകുളം ജില്ലയിൽ നിന്നും തന്നെയാണ് മൂവരെയും പിടികൂടിയത്. എറണാകുളം കത്രിക്കടവിലെ ബാറിൽ പുലർച്ചെയാണ് വെടിവെപ്പുണ്ടായത്. റിയ നൽകും വിവരങ്ങൾ. റിയ, പ്രതികളെ എങ്ങനെയാണ് വലയിലാക്കാൻ കഴിഞ്ഞത്? ഇവരെക്കുറിച്ചുള്ള പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവോ? ഈ 3 പേരെയാണ് ബാറിൽ നടത്തിയ വെടിവെയ്പ്പ് കേസിൽ 3 പേരെയാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3 പേരെയാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ ബാറിലെ വെടിവെയ്പ്പിന് ശേഷമുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിൽ തോക്കുമായി പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളടക്കം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കത് കാണുകയും ചെയ്യാം. ഇതിൽ ഷമീർ, വിജയ്, ദിൽഷൻ ഈ 3 പേരെയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രത്യേക സംഘം, ഈ വെടിവെയ്പ്പ് നടന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക സംഘം, നോർത്ത് CA അടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തിച്ചത്. 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യും. 3 പേരുടെയും അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. 2 പേർ കൂടി ഈ കേസിൽ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനമടക്കം നേരത്തെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എറണാകുളം ജില്ലയുടെ ടൗൺ ഭാഗത്തു നിന്നല്ല, ഉൾഭാഗങ്ങളിൽ നിന്നാണ് 3 പേരെയും പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഏത് തരത്തിലാണ് ഇവരെ പിടികൂടിയത്, വലയിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ ഇന്നോ നാളെയോ വാർത്താ സമ്മേളനം ഉണ്ടാകും. എന്തായാലും ഈ കേസിൽ ബാറിലെ വെടിവയ്പ്, അതായത് കൊച്ചിയെ നടുക്കിയ സംഭവമാണ്. ഇത്തരത്തിൽ വാഹനത്തിൽ വരുന്നു, ആ ബാറിന് നേരെ വെടിവയ്പ് നടത്തുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അതിന് പിന്നാലെ ഈ കേസിലെ 3 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. 3 പേരും അബോധാവസ്ഥയിലായിരുന്നു പോലീസിന്റെ വലയിലാകുമ്പോൾ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അത്രയും മദ്യലഹരിയിലായിരുന്നു 3 പേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം 2 പ്രതികൾ കൂടി ഈ കേസിൽ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർക്ക് തോക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അതിന്റെ ലൈസൻസ് സംബന്ധിച്ചും ബാലിസ്റ്റിക് പരിശോധനയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അവരൊക്കെ ഇവരുടെ ലൈസൻസ് ആരുടെ പേരിലാണ്? ഇതൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം വേണം. ക്രിമിനൽ സ്വഭാവമുള്ളവരാണോ ഇവർ മുൻകാല അവരുടെ പശ്ചാത്തലം ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലേ? അതെ, അതായത് ഈ 3 പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. പേരുകൾ മാത്രമാണ് പോലീസ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, എവിടെ നിന്നാണ് ഈ തോക്ക് ഇവർക്ക് ലഭിച്ചത്, നേരത്തെ ഇവർ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു, മറ്റു ചില ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്കുള്ള ബന്ധം അതുമായി ബന്ധപ്പെട്ട് തോക്കിന്റെ ലൈസൻസ് എടുത്തതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങൾ നമുക്ക് ഇനി വാർത്താ സമ്മേളനത്തിലൂടെ പോലീസിന്റെ കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പിടിയിലായത് ഷമീർ, വിജയ്, ദിൽഷൻ ഈ 3 പേരാണ്. അതായത് പ്രധാനമായും ഈ ആക്രമണം നടത്തിയ 3 പേർ തന്നെ പിടിയിലായിട്ടുണ്ട്. മറ്റു 2 പേരുടെ അറസ്റ്റ് കൂടി ഇന്നോ നാളെയോ ഉണ്ടാകും. അവരെ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ 3 പേരും ഈ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും വാഹനത്തിൽ തന്നെ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് വാഹനം ഉപേക്ഷിക്കുകയും മറ്റിടങ്ങളിലേക്ക് ഇവർ മാറുകയുമാണ് ചെയ്തത്. എന്തായാലും കൊച്ചിയെ നടുക്കിയ ഒരു സംഭവം, ഇങ്ങനെ ഈ ബാറിലെത്തുകയും, അതായത് ഇടപ്പള്ളിയിലെ ഒരു ബാറിൽ വെച്ച് നേരത്തെ ഇവർ അക്രമം ഉണ്ടാക്കുന്നു. അതിനുശേഷം കൊച്ചി കലൂരിലുള്ള, എറണാകുളം കലൂരിലുള്ള ബാറിലേക്ക് എത്തുന്നു. അവിടെ തർക്കമുണ്ടാകുന്നു. ബാറിലെ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നു. അവിടെ നിന്ന് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പരിഭ്രാന്തിയിലാക്കി നടുക്കിയ ഒരു സംഭവ വികാസങ്ങളാണ് ഇന്നലെ 11 മണി മുതൽ ഏതാനും മിനിറ്റുകൾ നേരം അവിടെ സംഭവിച്ചത്. അതിനുശേഷം കമ്മീഷൻ അടക്കം സ്ഥലത്തെത്തിയിരുന്നു, വലിയ പരിശോധന നടത്തിയിരുന്നു. ഇനി അറിയാനുള്ളത് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്കുള്ളത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലൈസൻസ്, തോക്കിൻ്റെ ലൈസൻസ് ഏത് തരത്തിൽ ലഭിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഇവരുടെ കൂടെയുള്ള 2 ആളുകൾ, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം, ഇവരുമായി ഇടപെട്ടിട്ട് മുൻപ് കേസുകളുണ്ടോ, മറ്റു സ്റ്റേഷനുകളിൽ കേസുകളുണ്ടോ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലും കഴിയുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ വാർത്താ സമ്മേളനം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ വിളിക്കും. എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്, ഏത് തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമാണ് ഇവർക്കുള്ളത്, ഈ സംഘർഷത്തിലേക്ക് എത്തിയതും ഒപ്പം വാഹനത്തിൽ തോക്കുമായി സഞ്ചരിക്കാനിടയായ സാഹചര്യം, വെടിയുതിർക്കാനുള്ള സാഹചര്യം, ലൈസൻസ് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ 11:30 നടന്ന ഈ സംഭവം കൊച്ചി നഗരത്തെ നടുക്കിയ സംഭവം തന്നെയാണ്. ബാറിലെത്തി അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് തർക്കത്തിന് ശേഷം ബാർ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുക എന്ന് പറയുന്നത് കൊച്ചി നഗരത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. അതിനുശേഷം പ്രതികളെ ഇന്ന് തന്നെ പിടികൂടാനായി എന്നത് പോലീസിന് ആശ്വാസകരമാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. കൂടെയുള്ള മറ്റാളുകളെക്കുറിച്ചുള്ള
വിവരങ്ങൾ, ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. എന്തായാലും നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI അടക്കമുള്ള സംഘമാണ് ഈ പ്രതികളെ പിടികൂടി ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. മെഡിക്കൽ പരിശോധനയടക്കം പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരി, റിയയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ബാറിലെ വെടിവെപ്പിൽ 3 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2 പേർ കൂടി ഇനി അറസ്റ്റ് ചെയ്യാൻ ഉണ്ട്.